സ്റ്റാർട്ട് ചെയ്യാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഇത്രയ്ക്കും സ്നേഹവും ബഹുമാനവുമുള്ള ആദരവുള്ള പുളിക്കശ്ശേരിയിലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കണ്ണിക്കൽ CSI സെൻറ് തോമസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം പുളിക്കശ്ശേരി കുടുംബം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കുടുംബമാണ്. എല്ലാ കുടുംബങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ ജനിച്ച് വളർന്ന് അനുഗ്രഹത്തിൽ നിന്ന് പിന്നെയും അനുഗ്രഹത്തിലേക്ക് എത്തിയിട്ടുള്ള എത്രയ്ക്കും സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള വെരി റവറൻ PD ജോൺ അച്ഛൻ അവർകൾ ഈ മണ്ണിനോടും ഈ മലയോടും ഇവിടെയുള്ള വന്യജീവികളോടും മാതാപിതാക്കൾ മല്ലിട്ട് ജീവിച്ച ആ കാലയളവിൽ യാതൊരു യാത്രാ സൗകര്യങ്ങളും ഇല്ലാത്ത കാലയളവിൽ താൻ കഷ്ടപ്പെട്ട് നടന്ന് പഠിച്ചു. പിന്നീട് അദ്ദേഹം ഈ സഭയിലെ ആദ്യത്തെ BA ബിരുദം എടുക്കുവാൻ ദൈവം സഹായിച്ചത് വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ദൈവകൃപയാൽ ബഹുമാനമുള്ള PD ജോൺ അച്ഛൻ മധ്യകേരള മഹായിടവകയിൽ ഒരു പ്രഗത്ഭനായ പട്ടക്കാരനായി തീർന്നു. അതോടൊപ്പം മധ്യകേരളത്തിലെ ഏറ്റവും പ്രബലമായ ഇടവകകളിൽ അച്ഛൻ ഇരുന്നിട്ടുണ്ട്. അച്ഛനെ പോലെ തന്നെ മൈക്കിൾ ജോൺ തിരുമേനി ഇരുന്നിട്ടുണ്ട്. അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും മക്കളുടെയും പ്രത്യേകിച്ച് അച്ഛൻ്റെ സേവനങ്ങൾ മധ്യകേരള മഹായിടവകയിൽ വളരെ വളരെ എടുത്തു പറയേണ്ടതായ ഒന്നാണ്. താൻ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ദൈവനാമോദത്തിന് വേണ്ടി ആഹുവോളം അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മധ്യകേരളത്തിൽ മാത്രമല്ല, ശേഷം ഇംഗ്ലണ്ടിലും പല സ്ഥലങ്ങളിലും അദ്ദേഹം കടന്നുപോയി. നാം ഇന്ന് ഉപയോഗിക്കുന്നതായ ഈ ലിറ്റർജിയിൽ തന്നെ ഒരു കമ്മിറ്റി അംഗമായിട്ടും മറ്റും ബഹുമാനമുള്ളതായ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. വാൽമീയും പണ്ഡിതനും വളരെ നന്നായിട്ട് തിരുവചനം വ്യാഖ്യാനം ചെയ്യുവാനുള്ള കഴിവും പ്രാപ്തിയും ജനത്തെ നേടുവാനുള്ള മനസ്സും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗവും നാം നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പുൽപ്പിറ്റിൽ നിന്ന് തൻ്റെ 20 അല്ലെങ്കിൽ 25 നിമിഷ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ടാണ് പുൽപ്പിറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത്രയ്ക്കും മനോഹരമായ രീതിയിൽ തിരുവചനം കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തനായ ഒരു ബഹുമാനീയ പട്ടക്കാരൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനായും ദർശനങ്ങൾക്കായും കാഴ്ചപ്പാടുകൾക്കായും നന്ദി പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹെൽപ്പറായിട്ട് 78 കാലം മുതൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1983 വർഷം കാലം ചെയ്ത അഭിമന്യ റൈറ്റ് റവറൻ MC മാണി തിരുമേനിയുടെ കാലത്ത് നമ്മുടെ പ്രിയങ്കരനായ PD ജോൺ അച്ഛൻ മധ്യകേരള മഹായിടവകയിൽ പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി ആയിട്ടും അതോടൊപ്പം മാവേലിക്കര ഇടവക പട്ടക്കാരനായും പ്രവർത്തിക്കുന്ന കാലയളവിൽ എന്നെ പുതുതായി രൂപം കൊള്ളുന്ന ഈസ്റ്റ് കേരള മഹായിടവകയിൽ ഒരു ഫുൾ ടൈം സഭാപ്രവർത്തകനായി അല്ലെങ്കിൽ ഒരു റീഡറായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് സെൻറ് തോമസ് CSI ഇടവകയായ പശുപ്പാറയിലേക്ക് തന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. വളരെ നന്ദിയോടെയാണ് അത് ഓർക്കുന്നത്. പിൽക്കാലം അദ്ദേഹത്തിലൂടെയും മറ്റും അഭിവന്യ നമ്മുടെ മൈക്കിൾ ജോൺ തിരുമേനിയുടെയും എനിക്ക് സെമിനാരിൽ പോകുവാനും പഠിക്കുവാനും ഒരു അച്ഛനായിട്ട് വരുവാനും ദൈവം ഇടയാക്കിയത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ഗുരുക്കന്മാരുണ്ട്, ആശാന്മാരുണ്ട്, ഉപദേശിമാരുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നൽകുന്നത് ബഹുമാനമുള്ള സ്നേഹമുള്ള നമ്മുടെ വെരി റവറൻ PD ജോൺ അച്ഛൻ അവർ തന്നെയാണ്. അദ്ദേഹം ജനിച്ച ഈ മണ്ണിൽ തന്നെ ഏകദേശം 1 വർഷക്കാലം പട്ടക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സേവനങ്ങൾക്കായി വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈസ്റ്റ് കേരള മഹായിടവക
രൂപപ്പെട്ടത്. ആദ്യത്തെ ട്രഷർ എന്നുള്ള നിലയിൽ ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഒത്തിരി യാത്രകൾ ചെയ്തു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു, ഒത്തിരി അധ്വാനിച്ചു. വാഹനങ്ങളില്ലായിരുന്നു. സാധാ കസേരയിലാണ് അച്ഛനൊക്കെ ഇരുന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കാലം മഹാഡോയ്ക്ക് ഉണ്ടായിരുന്നു. അച്ഛൻ ട്രഷറായിരുന്ന കാലത്ത് ഒത്തിരി കഷ്ടതയെല്ലാം സഹിച്ച് ഈ മഹാഡോയെ മുമ്പോട്ട് നയിക്കുവാൻ അച്ഛന് വലിയ കൃപ ദൈവം നൽകി. അച്ഛനെ നന്ദിപൂർവ്വം ഇവിടെ ഓർക്കുകയാണ്. അച്ഛൻ ജനിച്ചു വളർന്ന ഈ മണ്ണിൽ ഒരു പട്ടക്കാരനായി വരാനിടയായത് വലിയ സന്തോഷമാണ്. ഈ സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അച്ഛനും കൊച്ചമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ദക്ഷിണേന്ത്യ സഭയ്ക്കും ഈസ്റ്റ് കേരള മഹാഡോയ്ക്കും കണ്ണിക്കൽ സഭയ്ക്കും ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കായും നന്ദി പറയുകയാണ്. പിൻതലമുറക്കാരെ നന്ദിയോടെ ഓർക്കുകയാണ്. പുളിക്കശ്ശേരി കുടുംബത്തെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ആ കുടുംബത്തിലുള്ള എല്ലാവരെയും, അച്ഛൻ്റെ മൂത്ത സഹോദരൻ ഉൾപ്പെടെ ഇളയ സഹോദരൻ ഉൾപ്പെടെ അവരുടെ മക്കളും അവരുടെ മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഈ ഇടവകയിലെ സജീവ അംഗങ്ങളാണ്. അവരിലൂടെ ഈ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കൂട്ടായ്മയ്ക്കും കൂടി വരുവാനും വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുകയാണ്. 100ാമത്തെ വയസ്സിൽ അച്ഛൻ പ്രവേശിച്ചിരിക്കുകയാണ്. അച്ഛൻ ഇന്ന് ലോകത്തിലില്ലെങ്കിലും ഈ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ വിലയേറിയ ദൈവദാസനെ നന്ദിയോടെ ഓർക്കുന്നു. ശേഷിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുളിക്കശ്ശേരി കുടുംബത്തെ തുടർന്നും ദൈവം ലോകത്തിൻ്റെ 5 വൻകരകളിലും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. വീണ്ടും പി ഡി ജോണച്ചനിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും നന്ദി. എനിക്കും എൻ്റെ സഹധർമ്മിണിക്കും എൻ്റെ മക്കൾക്കും അച്ഛനിലൂടെ ലഭിച്ച വലിയ കൂട്ടായ്മ ഒരിക്കലും മറക്കുവാൻ പറ്റുന്നില്ല. അച്ഛനാണ് ഫുൾ ടൈം ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ എനിക്ക് തന്നത്. അത് ഇന്ന് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിനായും സമർപ്പണത്തിനായും നന്ദി, ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പുളിക്കശ്ശേരി കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you very much and God bless you all. Thank you.